പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ ഇദ്ദേഹം എന്തു ഈ പറയുന്നത്? ഇതൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അവര് വരും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ കൊള്ളാവോ? അത് തന്നെ വീണ്ടും യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജനൻ ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ, ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം. പുള്ളി പറഞ്ഞോ, ഞാനിതൊരു തമാശ രൂപേണ, ഹാസ്യ രൂപേണ കാണിച്ചെന്ന്. ഈ ലൈവ് ഒരു ഇച്ചിരി ഉണ്ട്, ഇതുകൂടെ കാണിച്ചിട്ട് ആ തമാശ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം, തമാശ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. ഹായ് ഗൈസ്, ഐ ആം വിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഖിൽ മാരാണ്. ഈ പുള്ളിയെ കുറിച്ച് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ സാഹചര്യമാണല്ലോ മനുഷ്യരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. 2 ദിവസം മുമ്പ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്തൊരു ലൈവിനകത്ത് രാജ്യവിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തിയായിരുന്നു. ആ ലൈവ് തുടങ്ങിയപ്പം ഒരു ട്രംപ് അമേരിക്ക വിരോധി ആയിരുന്നെങ്കിലും ലൈവ് തീർന്നപ്പം ഒരു രാജ്യദ്രോഹിയായിട്ടായിരിക്കും അദ്ദേഹം കാറിനകത്ത് നിന്ന് ഇറങ്ങിയത്. ഇത് നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ വന്നിരുന്നിട്ട് ഇത് മെനഞ്ഞുണ്ടാക്കിയ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ലൈവില് നല്ല പബ്ലിക്കായിട്ട് വീണിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ അത് ലൈവ് അല്ലായിരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒന്ന് പോയിരുന്ന വീഡിയോ ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മിസ്റ്റേക്ക് എന്താ കണ്ടുപിടിച്ച് അതൊന്ന് റിമൂവ് ചെയ്തായിരുന്നു. പക്ഷെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം മറന്നുപോയി എന്നാണ് ഈ അവസാനത്തെ ലൈവിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ അവസാന ലൈവിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനകത്ത് ചില പോയിന്റുകൾ എടുത്തിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കാരണം ആദ്യത്തെ വീഡിയോയിൽ ഈ പറയുന്ന ട്രംപിനെ കുറിച്ചും അമേരിക്കയെ കുറിച്ചും ഇന്ദിരാഗാന്ധിയെ കുറിച്ചും പല കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് ഒരു രാജ്യദ്രോഹപരമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ അടുത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നല്ല രീതിയിൽ ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പം അതിനൊരു കൃത്യമായ എക്സ്പ്ലനേഷൻ അദ്ദേഹം ഈ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ലൈവിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. ആദ്യമേ അഖിൽമാരാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന് BJPയുടെ പരാതി. കൊട്ടാരക്കര BJP ആണ് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അഖിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കാരണം അതിനകത്ത് കേസെടുക്കേണ്ട കാര്യമുണ്ട്. അതിനകത്ത് ഇനി എക്സ്പ്ലനേഷൻ എന്താണ്, അതിന്റെ പ്രൂഫ് എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ അവർക്ക് മുന്നിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിനി ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നിയ ഒരു പോയിന്റ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാർ നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. വിവരം കൂടി അതിന്റെ ഉന്മാദത്തിലെത്തുമ്പോൾ വിവരദോഷിയായി മാറരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടായിരിക്കും എനിക്ക് ഈ ഒരു വ്യക്തിയെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു ആത്മബന്ധമുണ്ട്. എവിടേക്കും എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഇദ്ദേഹമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കാണിച്ചത് വെറും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. കാരണം രാജ്യദ്രോഹ പോസ്റ്റുകളിൽ മാത്രം കണ്ടുവരുന്ന സാധനങ്ങൾ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ എടുത്തു വെച്ച് ഫേസ്ബുക്കിലെ ലൈക്ക് മാത്രം കണ്ടുകൊണ്ട് എടുത്തു വെച്ച് വാദോരാതെ സംസാരിക്കുന്നു. താങ്കൾ പറഞ്ഞതിനകത്ത് എന്ത് അടിസ്ഥാനത്തിലായി സംസാരിച്ചിരിക്കുന്നത്? ഈ BLAക്ക് നിങ്ങളുടെ വണ്ടിയിലാണോ കൊണ്ട് കൊടുത്തത്? അതോ അവർ കൊണ്ടുപോയ വണ്ടി നിങ്ങളായിരുന്നോ ഡ്രൈവർ? അതോ ഒരു സ്വിച്ച് നരേന്ദ്രമോദി സാർ വിളിക്കുന്നു, മരനെ എവിടെ ഉണ്ട്? ഞാനിവിടെ കൊട്ടാരക്കരയിലുണ്ട്. ആ മരനെ ഇവിടം വരെ ഒന്ന് വരുമോ? 4 കൊണ്ട് 8 4 വാണമായിട്ട് BLAക്ക് ഒന്നും കൊണ്ടു കൊടുക്കും, അവിടെ പൊട്ടിക്കാൻ അവിടെ ഒന്നും ഇല്ലെന്ന്. അങ്ങനെ വല്ലതും ചെയ്തു വേണോ? പല കാര്യങ്ങൾ പറയാനും പറയേണ്ടതായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയങ്ങൾ നമ്മളൊന്ന് കീപ്പ് ചെയ്യണം. അതായത് ഈ ഒരു രാജ്യത്ത് ഇതുപോലൊരു യുദ്ധം നടക്കുമ്പോഴത്തേക്കിന് നമ്മളൊരു രാഷ്ട്രീയ കക്ഷിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ അവരെ കുറിച്ച്, അതും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വിത്തൗട്ട് എനി എവിഡൻസ്, അതായത് ഈ ഫേക്ക് മീഡിയാസിൽ മാത്രം രാജ്യദ്രോഹപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്ന മീഡിയാസ് ഉണ്ടല്ലോ, ആ മീഡിയാസിൽ മാത്രം കണ്ടുവന്നിട്ടുള്ളൊരു സാധനം എടുത്തു വെച്ച് സംസാരിക്കരുത്. ഇതുപോലുള്ള ആശയങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സാഹചര്യം അല്ല ഉപയോഗിക്കേണ്ടത്. ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പോ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇത് രാജ്യദ്രോഹപരമായിട്ടുള്ള പോസ്റ്റിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ സംഭവങ്ങൾ ഈ പാകിസ്ഥാനീസ് എടുത്തു വെച്ച് അവരുടെ മീഡിയാസിൽ നല്ല രീതിയിൽ റൺ ചെയ്യിപ്പിക്കും. കണ്ടോ, ഇന്ത്യയിലുള്ള ഒരു വ്യക്തി ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് വരെ അറിയാം തോക്ക് അവർ കൊടുത്തിട്ട് അടുപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം. താഴെ അങ്ങോട്ട് ഹിന്ദിയിലെ ക്യാപ്ഷൻ ഇട്ട് കൊടുത്താൽ കയറി പോകുന്ന കാര്യമല്ലേ? കാരണം നോർത്ത് ഇന്ത്യയിൽ ക്യാപ്ഷൻ ഇട്ട വീഡിയോ കേരളത്തിൽ കിടന്നോടും, ഇനി ഇവിടുത്തെ വീഡിയോ ആണ് അവിടെ കൊണ്ട് ഓടാൻ വലിയ പാട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ട് വേണം പുറത്തോട്ട് പല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അല്ലാത്തവരെയൊക്കെ രാജ്യദ്രോഹികളായിട്ടും രാജ്യവിരോധികളായിട്ടേ കാണത്തുള്ളൂ. അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് തന്നെ നോക്കേണ്ട, നമ്മളായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈവ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിട്ട് ഈ സാധനം പോയത്. അതല്ലാന്നുണ്ടെങ്കിൽ രാജ്യത്തിന് എതിരായിട്ട് നിൽക്കാത്ത പോസ്റ്റുകളും അല്ലെങ്കിൽ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ തന്നെയാണ് ഈ യുദ്ധം തുടങ്ങിയ സമയത്തും അല്ലാതെയും പല അവിടെ ഇവിടെയൊക്കെ തൊട്ടും മൂലയുള്ള സംസാരങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ
പറഞ്ഞ കാര്യവും എറിഞ്ഞ കല്ല് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസത്തെ ലൈവിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. എനിക്ക് അത് മാത്രം ഇതിനകത്ത് എടുത്താൽ മതി. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളച്ചൊടിക്കുന്നു എന്നൊക്കെ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വാട്ടവർ, നമ്മളിതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. നമ്മളിതിനകത്ത് വളച്ചൊടിക്കാനും നിൽക്കാനൊന്നും പോയിരുന്നില്ല. നമ്മുടെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ അയാളെ തയ്യാറാണ്. അദ്ദേഹം അതിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഈ ലൈവിൽ പറയുന്നുണ്ട്. പക്ഷെ ആ തെറ്റിനെ എത്രത്തോളം വീണ്ടും ന്യായീകരിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ലൈവിൽ നിങ്ങളോട് കാണിക്കാനുള്ളത്. നമുക്കതൊന്ന് കണ്ടുപോകാം. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അവരും ഇവരും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ കൊള്ളാവോ? അത് തന്നെ വീണ്ടും വന്നിട്ടൊരു ലൈവിനകത്ത് പറയാൻ കൊള്ളാവോ? ഒന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഫേക്ക് പബ്ലിസിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ഇപ്പൊ ഒരു രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഒന്ന് പിടിച്ച് കയറി കഴിഞ്ഞാൽ പല വായ്ത്താളങ്ങളും വിട്ടങ്ങ് മേളിലോട്ട് പോകാമല്ലോ എന്ന രീതി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലാതെ ഇമാതിരി കാര്യമൊക്കെ പറയുന്നത് ഇനിയിപ്പം ഈ കേസാകുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള അത് ഒരു ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് പറഞ്ഞത്, അത് ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പണി ചെയ്തിട്ടുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് ഇതുപോലെ രാജ്യവിരുദ്ധ പോസ്റ്റുകളുടെ കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ അത് BJPക്കാർ രാഷ്ട്രീയക്കാർ ഇതെല്ലാം ഇതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല. ഇതിനൊക്കെ കയ്യിൽ വല്ല കോൾ റെക്കോർഡിങ്ങോ വാട്സപ്പ് ചാറ്റോ അറ്റ്ലീസ്റ്റ് ട്വിറ്ററിലെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? കാണത്തില്ല. എന്തിനാണോ എന്തോ ഇതിനൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിയത്. ഈ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഏതാണ്ട് 20 മിനിറ്റോളം ഉണ്ട്. നമുക്ക് അത് ഭയങ്കര പാടാ കാണാനായിട്ട്. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ മലയാള ഡിക്ഷണറി ഇത്രയധികം വാക്കുകളുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു. അതുപോലുള്ള വാക്കുകൾ കൊണ്ട് ഒരു മല ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇവിടെ ഒരുപാട് സമയം എടുക്കും. ബാക്കി കൂടെ നോക്കാം. അതില്ലേ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജനം TVക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ, ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം, അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും, ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം, പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ പുള്ളി പറഞ്ഞോ, ഞാനിതൊരു തമാശ രൂപേണ ഹാസ്യ രൂപേണ കാണിച്ചെന്ന്. ഈ ലൈവ് ഒരു ഇച്ചിരി ഉണ്ട്. ഇതുകൂടെ കാണിച്ചിട്ട് ആ തമാശ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. തമാശ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. പറയുന്നതിന് ഒരു വ്യക്തത ഉണ്ടോ? ഇല്ല. ന്യായമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ തോക്ക് കൊടുത്തു എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ പരാമർശിക്കുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനതൊരു തമാശ രൂപേണ, തമാശ രൂപേണല്ല മറ്റേ രാജ്യം വേറൊരാൾക്ക് കൊണ്ട് തോക്ക് കൊടുത്ത് വെടിവെക്കാൻ പറഞ്ഞു വിട്ടെന്ന് പറയുന്ന കാര്യം എനിക്കറിയത്തില്ല. സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരർത്ഥത്തിൽ ഒരു സർക്കാസ്റ്റിക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല, അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത്. അതോടൊപ്പം തന്നെ ബലൂചികൾക്കും ഉണ്ടായി. ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം. അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല. ഒരാൾ എന്നോട് അടിസ്ഥാനമുണ്ടോ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത, എന്നാൽ ഇന്ത്യയിലെ എല്ലാവരും കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും അംഗീകരിക്കുന്ന ഒരു കാര്യം തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇതിന് തെളിവില്ലാന്നാ പറയുന്നത്. പക്ഷെ രണ്ടാമത് ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറെ BJPക്കാരും കുറെ ആർമിക്കാരും എന്നോട് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെ പറഞ്ഞെന്നുള്ള തെളിവ് അടുത്ത ചോദ്യം വരത്തില്ലേ? എനിക്കറിയത്തില്ല എന്തോ കാണിക്കുന്നുള്ളത്. ഇനി വ്യക്തമായ തെളിവുകളില്ലാതെ പബ്ലിസിറ്റിക്ക്, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോവുക. ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞാനിതൊരു ഹാസ്യ രൂപേണ ലൈവിന്റെ അവസാനം പറഞ്ഞതാണ്. ആ ഹാസ്യം നമുക്ക് നോക്കാം. ഈ മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഹാസ്യ രൂപേണയാണോ എന്നുള്ളത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടാണ്. ഹാസ്യ രൂപേണ പറഞ്ഞത് ഇല്ലേ? നിങ്ങൾക്ക് ചിരി വന്നില്ല അത് കണ്ടപ്പോഴത്തേക്കിന്? ആ ലൈവിന്റെ അവസാനം അതൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഒന്ന് മസാല ഭയങ്കര ചിരിച്ചോണ്ടാണല്ലോ സംസാരിച്ചത്.
എന്നാൽ സീരിയസ് ആയിട്ട് പറഞ്ഞ ഏതാ, ചിരിച്ചോണ്ട് പറയുന്ന ഏതാ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആ സീരിയസ് ആയിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ഇതിനെപ്പറ്റി പല ആൾക്കാരും എടുത്തു വെച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത്. പിന്നെയും രണ്ടാമത് വന്ന ഈ ലൈവിനകത്ത് പോലും അതിന് വ്യക്തമായ ഒരു ആൻസർ തന്നിട്ടില്ല. ആ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും ഒന്ന് കൂട്ടി കുഴച്ച് മസാലകൾ കുറച്ചുകൂടെ കയറ്റി അങ്ങോട്ട് വിട്ടട്ടേ ഉള്ളൂ. ഒന്നും താഴോട്ട് പറയുകയോ ക്ഷമ പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഈ പറയുന്നത് സത്യമാണ്, ഇദ്ദേഹത്തിന് അത്ര ഉറപ്പാണ്. രണ്ടാമത് പറഞ്ഞപ്പോൾ ഉറപ്പാണ്. ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് ആരാന്ന് നോക്കണം. അതിനകത്ത് ഈ പറഞ്ഞ BJP നേതാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ആ നേതാവ് ആരാന്ന് നോക്കണം. പിന്നെ പ്രത്യേകിച്ച് ഒരു സോൾജിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സോൾജിയേഴ്സ് വരെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് അറിയാവുന്നതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഒരു സോൾജിയറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്നെ പോലുള്ള സാധാരണ ആൾക്കാർക്കിടയിലേക്ക് വരും. ഒരു പട്ടാളക്കാരനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമുള്ള കാര്യമില്ലെന്ന്. അപ്പൊ അതുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്. കാരണം രാജ്യത്തിന് കൂടെ നിന്ന് നിൽക്കുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുമാണ് ഇതുപോലെ രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ അതിനെതിരെ കൃത്യമായിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്ത് അതിന്റെ ഒരു കൃത്യമായ ധാരണ എന്നെ പോലുള്ള കുറെ വ്യക്തികൾക്കിടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ അങ്ങ് മാറും. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനും അടിപിടിക്കാനും ഈ ഒരു സംസാരം ഇനിയും ഒരു നെക്സ്റ്റ് ലെവലിലേക്കൊന്നും കൊണ്ടുപോകത്തൊന്നും ഇല്ലായിരിക്കും.